വരുന്ന ദിവസങ്ങളിലാണല്ലോ അറിയുള്ളൂ എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസ് എന്നുള്ളത്. അതിനു വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ മുഖം എന്തായാലും 2-3 ഡേയ്സിനുള്ളിൽ അറിയായിരിക്കുമല്ലോ. നിങ്ങളും പിന്നെ പറയുമെന്ന് വിചാരിക്കുന്നു, നിങ്ങളുടെ എഴുത്തുകളിലൂടെ റിവ്യൂസിലൂടെ പറയുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പം എല്ലാ പ്രേക്ഷകരും സിനിമ കാണാൻ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. പറഞ്ഞ പോലെ വിവേകാനന്ദൻ വൈറലായോ? അല്ല, അത് 2 ദിവസം 3 ദിവസം കഴിഞ്ഞാലല്ല അറിയുള്ളൂ വൈറലാവുമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഇന്ന് രാത്രി ആകുമ്പോഴേക്കും ചിലപ്പോൾ എന്തെങ്കിലും തീരുമാനമാവുമെന്ന് വിചാരിക്കാം. നോക്കാം. എല്ലാം നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു. സിനിമ കണ്ടോ എല്ലാവരും? നിങ്ങൾ കണ്ടോ? നമ്മൾ ഇൻ്റർവ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, വളരെ സോഷ്യൽ റെലവൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സിനിമ കാണും, പ്രത്യേകിച്ച് സ്ത്രീകൾ സിനിമ കാണും, കുടുംബമായിട്ട് തന്നെ സിനിമ കാണേണ്ട സിനിമയാണ്. ഈ ഒരു ഹാപ്പിനെസ് നമ്മളിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് പുറത്തിറങ്ങിയത്. ഇനി ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക റിവ്യൂ നമുക്ക് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഞാൻ എയറിലായാലും വിവേകാനന്ദൻ വൈറലാവട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സിനിമ കാണുക, പേഴ്സണലായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? ഞാനിങ്ങനെ എൻ്റെ പടത്തിൻ്റെ റിവ്യൂ പറയുന്നത് പ്രേക്ഷകരുടെ കണ്ടപ്പോൾ എന്താണ്? ഭയങ്കര സന്തോഷം. മുഴുവൻ കമൽ സാറിൻ്റെ ഒരു സിനിമയാണ് പറയുന്നത്. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് സാറിൻ്റെ വർക്ക് ചെയ്തപ്പോൾ. ഇത് കാണും. നമ്മുടെ ഇടയിൽ തന്നെയുള്ള കുറേ ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെയാണ് ഷൈനും ഞാനും സ്വാസികയും ഒക്കെ പെർഫോം ചെയ്തിട്ടുള്ളത്. എല്ലാം കാണേണ്ട ഒരു സബ്ജക്റ്റും പറയേണ്ട ഒരു സബ്ജക്റ്റും ബാക്കിയുള്ള കണ്ടെന്ന് പറയും. എൻ്റെ വൈറലാവണം, നിങ്ങൾ വൈറലാക്കണം. താങ്ക് യു. ഇറങ്ങട്ടെ. തീർച്ചയായിട്ടും ഇത് ഇപ്പോഴത്തെ പുതുതലമുറ കാണേണ്ട ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ കാണേണ്ട ഒരു സിനിമയാണ്. പിന്നെ കമൽ സാറിനെ പോലുള്ള ലെജൻഡുകളായിട്ടുള്ള ആളുകളുടെ അവർ പറയുന്ന കഥ അല്ലെങ്കിൽ അവർ പറയുന്ന സിനിമ നമുക്ക് എത്ര കണ്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാന്നുള്ളതിനപ്പുറത്ത് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും അവർക്ക്. അപ്പോൾ ഈ സിനിമ നിർബന്ധമായിട്ടും മുഴുവൻ ഫാമിലിയും വന്നിരുന്ന് കാണേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ നിർബന്ധമായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. അത്ര പറയാനുള്ളത്. നല്ലൊരു സിനിമയാണ്. തീർച്ചയായിട്ടും പുതുതലമുറ ഉറപ്പായിട്ടും കാണേണ്ട സിനിമയാണ്. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ള പ്രൈവസിയും കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ധർമ്മങ്ങൾ മറന്നു പോകുന്നത്. അതിൻ്റെ എല്ലാവിധ ചേരുവകളോടും കൂടി നമ്മളെ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് നല്ലൊരു സിനിമയാണ്. നല്ല സിനിമ. ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയുന്നില്ല കേട്ടോ. ഇത് ഞാൻ എൻ്റെ മകളെ കാണിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സിനിമയാണ്. അതേപോലെ ഓരോ മക്കളും ഓരോ സ്ത്രീകളും ഇവിടുത്തെ ഓരോ പുതുതലമുറ ആണും പെണ്ണും കാണേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇതാണ് ഈ പടത്തിലെ സ്ത്രീകൾ. അപ്പൊ സ്ത്രീകളോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. മെറീന എവിടെ? മെറീന ചോദിക്കേ, ഇത് ഫെമിനിസ്റ്റ് ചായവുള്ള പടമാണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇത് ഒരു ഫെമിനിസ്റ്റ് ചായവുള്ള പടമാണോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും ഫെമിനിസം എന്ന് പറയുന്നത് എന്താ? ഈക്വാലിറ്റി ആണ്. എനിക്കൊന്ന് ഫെമിനിസം എന്ന് പറയുന്നതിന്റെ ബേസ് തന്നെ ഈക്വാലിറ്റി ആണ്. ഈ സിനിമ കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ത് സിനിമയാണുള്ളത്. ഇവിടെ ഇപ്പം എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ഐഷു എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു സംഭവം കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം. അപ്പം അതുകൊണ്ട് നിങ്ങളാണ് പറയേണ്ടത് ഫെമിനിസ്റ്റ് സിനിമയാണോ അല്ലെങ്കിൽ അല്ലെ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന മെന്നിസ്റ്റ് ഐ ഡോണ്ട് നോ ദാറ്റ് ടേം ഓർ വാട്ടെവർ ഇറ്റ് ഈസ്. അത് നിങ്ങളാ തീരുമാനിക്കുന്നത്. 2-3 റിവ്യൂ എന്ന സമയത്ത് അങ്ങനെ ഫെമിനിസ്റ്റ് ചായവുള്ള സിനിമയാണ്. സ്ത്രീകളെ ഇത് ആരാണ് എടുത്തത്? അല്ല, ഇതിന്റെ ഡയറക്ടർ സ്ത്രീ അല്ലല്ലോ. അപ്പോൾ പുള്ളിയുടെ ലെൻസിലൂടെ അല്ലെങ്കിൽ പുള്ളിയുടെ കണ്ണിലൂടെ കാണുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം. കാരണം നമ്മളൊരു സിനിമ കാണുമ്പോൾ അത് ഫെമിനിസ്റ്റ് ആയിട്ടാണോ നമ്മളതിനെ ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു ശരിയുണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണ്ടേ. അപ്പോൾ കമൽ സാറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് പേര് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ സംസാരിക്കണ്ടേ എവിടെയെങ്കിലും. നിങ്ങൾ സിനിമ കാണും, സിനിമ കണ്ടിട്ട് നിങ്ങൾ പറ. പല റിവ്യൂകളും വരും. ഇപ്പോൾ ഇത് ആദ്യത്തെ ദിവസമല്ലേ ആയിട്ടുള്ളൂ.
ഇനിയും കാര്യങ്ങൾ വരട്ടെ. ആ കാര്യത്തിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ചർച്ച ചെയ്യാനായിട്ട് ആൾക്കാർ മടിക്കുന്ന ഒരു വിഷയമാണ്. ഇതിപ്പോൾ ഫാമിലിയിലാണെങ്കിൽ പോലും വൈഫ് വീട്ടിൽ പോലും പറയാനായിട്ട് മടിക്കുന്ന, അല്ലെങ്കിൽ പാർട്ട്ണർ ഉണ്ടെങ്കിൽ അയാൾ പോലും പുറത്തേക്ക് പറയാൻ മടിക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. അത് ഇപ്പോൾ വിവേകാനന്ദനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരുപാട്, ഞാൻ പറയുന്നില്ല, വിവേകാനന്ദനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അയാൾ ഒരുപക്ഷെ ചിലപ്പോൾ അയാളുടെ തെറ്റ് മനസ്സിലാക്കുമായിരിക്കും. പക്ഷെ മനസ്സിലാക്കണമെങ്കിൽ പോലും നമ്മൾ ഓപ്പൺ ആയിട്ടത് പറയണമെന്നുള്ളതാണ്. പറയാൻ സ്ത്രീകൾക്ക് ധൈര്യം ഉണ്ടാവട്ടെ, ഇത് കണ്ടിട്ടെങ്കിലും ധൈര്യം ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. പണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തിലുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ പ്രതികരിക്കാതിരുന്ന സ്ത്രീകളെ അവരുടെ അവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ സംസാരിക്കുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെ നടന്നു പറഞ്ഞ് ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ. ഇപ്പം സ്വാസിക പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിൽ ചെറിയ അതിൻ്റെ ഒരു ചായ്വുണ്ട്. പക്ഷെ എവിടേക്കോ നമ്മൾ ഒരാൾക്ക് ഒരു ഊർജ്ജം കൊടുത്താലാണെന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു ധൈര്യം കിട്ടുള്ളൂ. അതിപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് സംസാരിക്കുക, അതിനുവേണ്ടിയുള്ള ഹെൽപ്പ് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ സെയിം സിറ്റുവേഷൻ തന്നെ സ്ത്രീകൾക്കും അത് തന്നെ പുരുഷന്മാർക്കും ഫേസ് ചെയ്യേണ്ട, അതാണ് പറയുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു അഭിമാനം എന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, അത് സമ്മതിക്കാത്തതുകൊണ്ടായിരിക്കാം ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. ആർക്കാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ഫേസ് ചെയ്യാൻ പാടില്ല. ഫെമിനിസവും ബേസിക് ഹ്യൂമൻ റൈറ്റ്സും തമ്മിൽ രണ്ട് ഡിഫറെൻറ്റ് കാര്യങ്ങളാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റൈറ്റ്സോ അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ, ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് മീഡിയ ആദ്യം മനസ്സിലാക്കണം. എന്ത് നമ്മൾ പറഞ്ഞാലും അത് ഫെമിനിസത്തിലേക്ക് അല്ലെങ്കിൽ പറയുന്ന ആളെ ഫെമിനിസ്റ്റോ ആക്കി കളയും. പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളാണല്ലോ എന്നോട് ചോദിക്കുന്നത്. പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല. അതെ, മീഡിയ സംസാരിക്കുമ്പോൾ അങ്ങനെ ചോദിക്കരുതല്ലോ. നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ ക്ലാരിഫൈ ചെയ്യണം. നിങ്ങളൊരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാതെ ഫിൽറ്റർ ചെയ്ത് സംസാരിക്കരുതല്ലോ. പേഴ്സണലി ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ആലോചിക്കല്ലേ ഇത് ശരിയാണോ തെറ്റാണോ. നിങ്ങളുടെ ഭാഗത്തുനിന്നും ആ മാറ്റങ്ങൾ വരണം. എല്ലാവരും മാറി ചിന്തിക്കണം. പിന്നെ പറയുന്ന ഇന്നേ ദിവസം വരെ മാരിറ്ററി റേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ലോ പാസ്സാക്കിയിട്ടില്ല. ഒരു ഭരണകൂടം ഒരു ഭരണകക്ഷിയും പാസ്സാക്കിയിട്ടില്ല. മാരിറ്ററി കൺസിഡർ ഭാര്യയ്ക്ക് സംഭവിക്കുമ്പോൾ അത് ഭർത്താവിൻ്റെ അവകാശമാണെന്നും ഭർത്താവിന് സംഭവിക്കുമ്പോൾ അത് ഭാര്യയുടെ അവകാശമാണെന്നും പറയുന്നിടത്താണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അത് ഹ്യൂമൻ റൈറ്റ്സ് അവിടെ അപ്പോൾ ആരും ചർച്ച ചെയ്യാതിരിക്കുകയാണ്. ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് വിജയിക്കും. ഇങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിയമ പോരാട്ടം ഇപ്പം നമുക്ക് തന്നെ അറിയാം. ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അതിൻ്റെ പുറകെ നടക്കണമെന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ഇന്ന് കിട്ടുവാണെങ്കിൽ മാത്രമേ ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് ഒരാളുടെ ഒരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയോട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് ചിലപ്പോൾ നമുക്ക് എല്ലാവരോടും പബ്ലിക്കലി ഓപ്പൺ ആയിട്ട് പറഞ്ഞ് നടക്കാനായിട്ട് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാണുക, അത് തന്നെ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് പറയാം, കാണുക എന്നിട്ട് പറയാം, അഭിപ്രായം പറയാം. അയ്യോ എന്തൊരു ചൂടാണോ. ഇല്ല, ഇവരെല്ലാം പറഞ്ഞല്ലോ. എനിക്ക് എല്ലാ പോയിന്റ്സും അവർ പറഞ്ഞു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് അതെ, ഇത് കണ്ടാൽ മാത്രമാണ് ഈ നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ പല ആൾക്കാർ പല ഉത്തരങ്ങളും പറയും. അപ്പോൾ അതൊരു ചർച്ചയാവട്ടെ, അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ളൊരു ഡിസ്കഷൻ നമ്മുടെ സിനിമ കൊണ്ട് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അല്ലാതെ സ്ത്രീകൾ മാത്രം സംസാരിക്കട്ടെ, പുരുഷന്മാർക്ക് മാത്രം, അങ്ങനെയല്ല. രണ്ടുപേരും അങ്ങനെ ഒരു ചർച്ച വന്ന് അതൊരു പോസിറ്റീവായിട്ടുള്ള ചർച്ചയാവട്ടെ. നമ്മൾ ഈ സിനിമയുടെ എൻഡിൽ പറഞ്ഞ പോലെ ഇതൊരു ഉപദേശം നമ്മൾ ആർക്കും കൊടുക്കാനോ അങ്ങനെയൊന്നും എന്തായാലും പറ്റില്ല. അതുപോലെ ഇതിനൊരു നിയമപരമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും എന്തായാലും പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷനൊക്കെ പറയാൻ പറ്റുവാണെങ്കിൽ അത് നല്ലത്. അത് നമ്മുടെ സിനിമ കൊണ്ട് കിട്ടുന്നത് നമ്മൾക്കൊരു അഭിമാനമാണ്. തിയേറ്റർ നല്ല റെസ്പോൺസാണ്. ഞാനൊരു വർക്ക് ചെയ്ത ആളാണ്, നല്ല ക്യാരക്ടർ ചെയ്ത ആളാണ്. അപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് പടം ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ക്യാരക്ടർ ഇഷ്ടമാണ്. പ്രേക്ഷകരോട് ചോദിക്കും. തീർച്ചയായിട്ടും. നമസ്കാരം. ഞാനിവിടെ വർക്ക് ചെയ്ത പടമായതുകൊണ്ട് സൂപ്പറാ പടം. അടിപൊളി, നന്നായിരിക്കും. അടിപൊളി, സൂപ്പർ, വൈറലാകും. മലയാളത്തിൽ ഇങ്ങനെ ഇതുപോലൊരു കണ്ടന്റിലൊരു സിനിമ വന്നിട്ടില്ലെന്ന് വളരെ മനോഹരമായിട്ട് സാർ അത് ചെയ്തിട്ടുണ്ട്. നല്ല സോഷ്യൽ മെസ്സേജ്
നല്ല പടമല്ലേ?